1 കോടും 550 ഇറവും. ഇതൊക്കെ ഞാൻ എങ്ങനെ തിരുത്തിയെടുക്കും? കിട്ടുന്നില്ല എന്തോന്നായിരുന്നു? എന്തോന്ന് വെച്ചാൽ മുട്ടിട്ടൊക്കെ വന്നുകൂടെ? ഡോറ് മുട്ടിട്ട് വരാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല സാർ ഞാൻ. എന്താ കാര്യം? ഞാനിപ്പോ സാറിനോട് എങ്ങനെ പറയും? പറയണ്ട, വയ്ക്കോ. എന്താ? എനിക്ക് 2 ദിവസം ലീവാണ് സാർ. ലീവിനായിരുന്നാ കരഞ്ഞത്? അത് നേരത്തെ പറഞ്ഞ പോലെ എടുത്താ. അതിനാണ് ഇങ്ങനെ കരഞ്ഞു വഴുകിയത്. തരുമായിരുന്നോ? ഇല്ല, തരത്തില്ലായിരുന്നു. 2 ദിവസം പറ്റി 1/2 ദിവസം ലീവിന് എനിക്ക് തരത്തില്ല. സാർ എനിക്ക് ആരെന്നാന്ന് അറിഞ്ഞോ? എന്ത്? തൻ്റെ ആരെങ്കിലും ചത്തോ? ആ ചത്തു സാർ. അല്ല, ശരിക്കും ആരാ മരിച്ചത്? എൻ്റെ വല്യമ്മച്ചിയും മരിച്ചു പോയി സാർ. വല്യമ്മച്ചിയോ? എന്തു പറ്റിയതാ? പ്രായാധികമായ ഒറ്റപ്പെടൽ മൂലം മരിച്ചു പോയതാണ് സാർ. അതുകൊണ്ട് എനിക്ക് ലീവ് വേണം. ഇതിപ്പം എന്നാണ് എൻ്റെ ചടങ്ങുകളൊക്കെ? ഒരു മിനിറ്റ്. ഈ മാസം 18-ാം തീയതി രാവിലെ രാത്രി 9 മണിക്ക് കൊച്ചിയിൽ വെച്ചിട്ടാണ് പരിപാടി. പരിപാടിയോ? രാത്രി 9 മണിക്ക് അടക്കോ? അല്ല സാർ, രാവിലെ 9 മണിക്ക് അടക്ക്. അല്ല, അത് 18-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു 10-15 ദിവസമല്ലേ? അത്രയും ദിവസം വല്യമ്മച്ചി വിദേശത്ത് ആരെങ്കിലും വരാനുണ്ടോ? അങ്ങനെ ആരുമില്ല സാർ. വല്യപ്പച്ചന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്യമ്മച്ചി പറയുമ്പോൾ വല്യപ്പച്ചനായ സാർ? അമ്മൂമ്മ. അമ്മൂമ്മ ആര്? മരിച്ചുപോയ അമ്മൂമ്മ. മരിച്ചുപോയ അമ്മൂമ്മയ്ക്ക് ഒരു അപ്പൂപ്പനുണ്ടല്ലോ. ജിൻസി, സത്യം പറ, ആരാ മരിച്ചത്? താൻ സത്യം പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ലീവ് വരാം. സത്യം പറ. തരുമല്ലോ സാർ. ഈ വരുന്ന 18-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് സായി അഭ്യന്തറിന്റെ ഒരു മ്യൂസിക് നൈറ്റ് നടക്കുന്നുണ്ട്. ആര്? സായി അഭ്യന്തർ. അതാരെ? സാർ അറിയത്തില്ലേ? ജാലക്കാരി. ആ പാട്ട് പാടില്ലേ? ആ പാട്ടില്ലേ സാർ? മറ്റേ ജാലക്കാരി. മതി അതിന് ആ പാട്ടൊക്കെ പാടിയ ആളാ സാർ. നേരിട്ട് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് സാർ ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്തു. ടിക്കറ്റ് ഒക്കെ എടുത്തല്ലേ? എന്നാ പിന്നെ പോണ്ട. ഈ പോലും ഒന്നുമില്ല. പരിപാടി കാണിച്ചത് സാറല്ലേ വാക്ക് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ സാർ ലീവ് തരാന്ന്. പ്രൊജക്ട് ഒക്കെ കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ താ എനിക്ക് ബാക്കി തരാറുണ്ടല്ലോ. എപ്പോഴെങ്കിലും അത് കീപ്പ് ചെയ്യാറുണ്ടോ? സാർ ഏതെങ്കിലും ഒരു ഡേറ്റിൽ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഡേറ്റ് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സാറും ഡേറ്റ് മാറ്റിയിട്ടൊക്കെ ഇല്ലേ? എന്ത് പറഞ്ഞാലും ലീവില്ല. ഓ ഇനിപ്പോ സാർ എന്ത് കഷ്ടമാണ് സാർ. കഴിഞ്ഞ വട്ടം ട്രിവാൻഡ്രത്ത് മിലൻ സോമൻ ഓടാൻ വന്നപ്പോ സാർ എന്നെ വിട്ടോ? അതിന് താ അയാളോട് മാരത്തൺ ഓടാൻ പോയല്ലോ. ആ പേരും പറഞ്ഞ് കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോകുന്നതല്ലേ? ജിൻസി ഇറങ്ങിപ്പോ. ഞാൻ അവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇറങ്ങിപ്പോ. പോ. ലീവ് ഇല്ലല്ലോ. പോ. രാവിലെ പറഞ്ഞ മണ്ടേ അടിച്ചിട്ട് പോ. വല്യമ്മച്ചി ഇനി തന്റെ വല്യമ്മച്ചി ശരിക്കും മരിച്ചെന്ന് എന്തെങ്കിലും ലീവില്ല. പോ. എനിക്ക് വല്യമ്മച്ചി മരിച്ചതിന്റെ ലീവ് ഒന്നും വേണ്ട. വല്യമ്മച്ചി മരിച്ചിട്ട് 17 വർഷമായി. ലീവ് വെച്ച് എന്നെ ഉണർത്തല്ല.